നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ UDF-ന് അപ്രതീക്ഷിത തിരിച്ചടി. കൽപ്പറ്റ നഗരസഭയിൽ ചെയർമാൻ സ്ഥാനാർത്ഥി TV രവീന്ദ്രന്റെ പത്രിക തള്ളി. നഗരസഭാ സെക്രട്ടറി ആയിരിക്കെ ഉണ്ടായ ബാധ്യത തീർക്കാത്തതാണ് പത്രിക തള്ളാൻ കാരണം. ദീപക് മോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. വയനാട്ടിൽ UDF-ന്റെ കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. ഡമ്മി സ്ഥാനാർത്ഥിയെ അവിടെ അംഗീകരിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നടന്നത്? സുജയ പർവതി, കൽപ്പറ്റ നഗരസഭയിലെ 23-ാം ഡിവിഷനിൽപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ഈ രവീന്ദ്രൻ. അദ്ദേഹത്തിന്റെ നഗരസഭാ സെക്രട്ടറി ആയിരിക്കെ ഉണ്ടായ ബാധ്യത തീർത്തില്ല എന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. നഗരസഭാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ നഗരസഭയിലെ തന്നെ 23-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി UDF-ന്റെ കൽപ്പറ്റ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രവീന്ദ്രന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. പകരം ഇപ്പോൾ CS പ്രഭാകരനെയാണ് ഇപ്പോൾ പകരം സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മുൻപോട്ട് വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ പരിശോധനകൾക്കിടെയാണ് ഇദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ തീർത്തില്ല എന്നതിനെ കൊണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. സുജിയ.